റാം പ്ലീസ് ഒന്ന് പതിയെ. കിടപ്പറയിൽ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്ന ഭർത്താവിനെ അവൾ ദയനീയ ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ബാല ഇത്? ഇത് ഞാൻ ഇന്ന് കണ്ട വീഡിയോയിലുള്ളതാ. ഹോ, എന്താണെന്നറിയാവോ ആ പെണ്ണിന്റെ ഒരു ഭാവം. മിഴികൾ പാതി അടച്ചുകൊണ്ട് അയാൾ നിർവൃതിയോടെ അവളുടെ കാലുകൾ അല്പം കൂടി വിടർത്തി വെച്ചുകൊണ്ട് അവളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി. അയാളുടെ ഓരോ പ്രവൃത്തിയും തനിക്കുള്ളിൽ എന്തൊക്കെയോ അടർന്നു മാറുന്നതുപോലെ വേദനിക്കുന്നത് അവൾ അറിഞ്ഞു. അയാളെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ആരോഗ്യവാനായ അയാളെ ഒന്ന് അനക്കാൻ പോലും അവളുടെ ആ തള്ളലിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞതും ഒരു മുരൾച്ചയോടെ തന്നിൽ നിന്ന് അകന്നു മാറുന്നയാളെ കാണി അവൾ ദീർഘമായെന്ന് നിശ്വസിച്ചു. വേദന സഹിക്കാൻ കഴിയാതെ അവൾ ചുണ്ടുകൾ അമർത്തി കടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. ഓരോ രാത്രിയും ഓരോ പരീക്ഷണങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം സത്യമാണെന്ന് കരുതി ജീവിക്കുന്ന ഒരു സൈക്കോ. അയാളെ കൊണ്ട് അങ്ങനെ പറയാനേ കഴിയൂ. 1 വർഷം മുന്നേ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ 1000 സ്വപ്നങ്ങളായിരുന്നു മനസ്സ് മുഴുവൻ. പക്ഷേ എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. വിവാഹ ചടങ്ങിനിടയിൽ പോലും അയാളുടെ കൈകൾ തന്റെ ദേഹത്തിഴയുന്നത് അവൾ അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ അതെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത് പോലെ പോസ് ചെയ്യുമ്പോൾ അറിയാതെ പറ്റിയതാവാം എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് കയ്യിൽ 1 ഗ്ലാസ് പാലുമായി റൂമിലേക്ക് കയറി വന്നവളെ ഒന്ന് ചേർത്ത് പിടിക്കുക പോലും ചെയ്യാതെ അവൻ കട്ടിലിലേക്ക് ആഞ്ഞു തള്ളി. കയ്യിലിരുന്ന ഗ്ലാസ് നിലത്ത് വീണുടഞ്ഞതോ പാല് നിലത്ത് ചിതറിത്തെറിച്ചതോ ഒന്നും തന്നെ അയാൾക്ക് പ്രശ്നമായിരുന്നില്ല. കയ്യിൽ കെട്ടിയ മാൻകുഞ്ഞിനെ കടിച്ചുകുടയുന്ന സിംഹത്തെപ്പോലെ അയാൾ അവളെ കടിച്ചുകുടഞ്ഞു. പിറ്റേ ദിവസം ഒന്നും നടക്കാൻ പോലും സാധിക്കാതെ എഴുന്നേറ്റ് വരുന്നവളെ കണ്ടതും മറ്റുള്ളവർ അവളെ കളിയാക്കി ചിരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ രാത്രി? നാത്തൂന്റെ രഹസ്യമായ ചോദ്യം കേട്ടതും ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ വേദന അടക്കി പിടിച്ചുകൊണ്ടവൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി 1 വർഷത്തിനപ്പുറം ഇപ്പോഴും അവൾ മറക്കാതെ എടുത്തണിയാറുണ്ട്. പാതി മയക്കത്തിൽ അവന്റെ കൈകൾ തന്റെ മാറിടത്തിലൂടെ ഒഴുകി നടക്കുന്നതറിഞ്ഞതും നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ടവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. എത്ര നേരം ഷെവറിന് കീഴിൽ നിന്നെന്ന് അവൾക്കറിയില്ല. ശരീരത്തിൽ നീറ്റൽ അല്പം ഒന്ന് കുറഞ്ഞതിനു ശേഷം അവൾ ഷെവർ ഓഫ് ചെയ്ത് ബാത്റൂമിന്റെ കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി നിന്നു. കണ്ണാടിയിൽ തെളിയുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിയവൾ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. നനഞ്ഞ മുടിയിഴകളും ചുവന്നു കലങ്ങിയ കണ്ണുകളും കഴുത്തിലും മാറിലും വയറിലുമെല്ലാമേറ്റ മുറിവുകളും ഇനി കരയാൻ പോലും ശക്തിയില്ലെന്നവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഹേയ്, ഇന്ന് രാത്രി റെഡിയായിട്ട് വാ. എന്നൊരു പുതിയ ഐഡിയ ഉണ്ട്. രാവിലെ അയാൾക്കുള്ള അലക്കി തേച്ച വസ്ത്രങ്ങളുമായി റൂമിലേക്ക് വന്നവളെ കണ്ടതും അയാൾ ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. അവൾ നേർമയായൊന്ന് മൂളി. കയ്യിലിരുന്ന വസ്ത്രങ്ങൾ ബെഡിലേക്ക് വെച്ചുകൊണ്ട് ഭയത്തോടെ തനിക്ക് മുന്നിൽ നിന്നും ഓടി മറഞ്ഞവളെ കണ്ടതും അയാൾ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. അല്പസമയം കഴിഞ്ഞതും ബെഡ്റൂമിലെ ഡോറും ഉമ്മറത്തെ ഡോറും തുറന്നടയുന്നതിന്റെയും മുറ്റത്തുനിന്നും അയാളുടെ ബൈക്ക് അകന്നു പോകുന്നതിന്റെയും ശബ്ദം കേട്ട് അവളിൽ നിന്നും ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം പുറത്തു വന്നു. അച്ഛനമ്മമാരുടെ ലാളനയേറ്റ് കഴിഞ്ഞ് 25 വർഷം ജീവിച്ചവൾ, അന്നൊക്കെ എന്തിനും ഏതിനും പ്രതികരിച്ചിരുന്നവൾ, ഇന്നിതാ ഒന്നുറക്ക കരയാൻ പോലും ധൈര്യമില്ലാതെ ഈ 4 ചുവരുകൾക്കുള്ളിൽ. അന്നത്തെ തന്റെ ധൈര്യം അത് തന്റെ കുടുംബം തന്നതായിരുന്നു. എന്തിനും ഏതിനും അവർ തനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നവൾ ഓർത്തു. പക്ഷെ ഇപ്പോൾ ചേച്ചി, നീ ഓക്കെ അല്ലേ? അതേലോ, ഞാൻ ഓക്കെയാണ്. പതിവ് പോലെയുള്ള പുഞ്ചിരി മുഖത്തെടുത്തണിഞ്ഞ് കണ്ടവൾ തന്റെ കൂടപ്പിറപ്പിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മോളെ, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പെൺകുട്ടികൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിനക്കൊട്ടും പറ്റാതായാൽ മറ്റൊന്നും നീ നോക്കണ്ട, നേരെ ഇങ്ങ് വന്നേക്കണം. അച്ഛനും അമ്മയും നിന്നെ കാത്തിവിടെ ഉണ്ടാകും. അവസാനമായി തന്റെ വീട്ടിൽ പോയി വരുമ്പോൾ തന്നെ യാത്രയാക്കാൻ വന്ന അച്ഛൻ തന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ഓർക്കെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ഉറച്ച കാലടികളോടെ ബെഡ്റൂമിലേക്ക് കയറി. ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ഇന്നലെ അയാൾ നടത്തിയ പരാക്രമണത്തിന്റെ ബാക്കി പത്രമായ ബെഡ്ഷീറ്റിൽ തെളിഞ്ഞു നിൽക്കുന്ന അടയാളങ്ങളെ. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ കട്ടിലിന് സമീപം കിടന്നിരുന്ന ഫോണെടുത്തു. എന്തിനെന്നറിയാതെ അവളുടെ കൈകൾ ആ സമയം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. 1 നിമിഷം ഒന്ന് ചിന്തിച്ച ശേഷം അവൾ ഡയൽ പാഡ് തുറന്നു. ജീവിതത്തിൽ ആദ്യമായവൾ 112 എന്ന നമ്പർ ടൈപ്പ് ചെയ്തു. ചിലർക്ക് അതൊരു നമ്പർ മാത്രമായിരിക്കാം. പക്ഷെ അവൾക്ക് അത് തന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരേയൊരു വഴിയായിരുന്നു.
112 ഡയൽ ചെയ്തതും പെട്ടെന്ന് എന്തോ ചിന്തിച്ചതുപോലെ അവൾ കോള് കട്ട് ചെയ്തു. നിയമത്തിന്റെ സഹായം തേടിയാലും തെളിവുകളില്ലെങ്കിൽ മറ്റു പലർക്കും സംഭവിക്കുന്നത് പോലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുണ്ടാകുന്ന കുഞ്ഞു സൗന്ദര്യപ്പിണക്കം എന്ന രീതിയിൽ ഇത് ഒതുങ്ങിപ്പോയേക്കാം. അത് പാടില്ല. തനിക്ക് നീതി ലഭിക്കാതെ പോകരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നവൾ ഉറച്ചു വിശ്വസിച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. അയാൾ ചെയ്യുന്ന ഓരോന്നും വോയിസായും വീഡിയോ ആയും അവൾ തന്റെ ഫോണുകളിൽ ഒപ്പിയെടുത്തു. അയാൾ രാത്രിയിൽ തന്നോട് കാണിക്കുന്ന ലൈംഗിക വൈകൃതം ഒരു മടിയും കൂടാതെ അവൾ റെക്കോർഡ് ചെയ്തു വെച്ചു. ദിവസവും നടക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും അവൾ തന്റെ ഡയറിയിൽ കുത്തിക്കുറിച്ചു. അത് വായിക്കുന്ന ഏതൊരാൾക്കും അവൾ അനുഭവിച്ചതും കടന്നുപോയതുമായ വഴികൾ കൃത്യമായി മനസ്സിലാകുമായിരുന്നു. തന്നിലേൽക്കുന്ന ഓരോ മുറിവുകളുടെയും വേദന അവൾ അതിൽ കൃത്യമായി പകർത്തി. ഇതിനിടയിൽ ഡോക്ടറെ കാണാനും മെഡിക്കൽ സഹായം തേടാനും അവൾ മറന്നില്ല. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് ആഴ്ചകളായും മാസങ്ങളായും കടന്നുപോയി. തനിക്ക് ആവശ്യമായ തെളിവുകളെല്ലാം തന്നെ അവൾ ശേഖരിച്ചു. മാസങ്ങൾക്കിപ്പുറം കോർട്ട് റൂമിലേക്ക് കയറിയതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭർത്താവിനെ കണ്ടതും അവൾ അയാളെ തുറിച്ചു നോക്കി. അപ്പോഴും അയാളിൽ കുറ്റബോധത്തിന്റെ യാതൊരു ലാഞ്ചനയും കാണാതിരുന്നത് അവളിലെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. ചുട്ടിരിക്കാനുള്ള ദേഷ്യത്തോടെ തന്നെ തുറിച്ചു നോക്കുന്ന ഭാര്യയെ കണ്ടതും ഭയം കൊണ്ട് അയാളുടെ മുഖം പതിയെ താണു. അത് കണ്ടതും സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം ഒന്ന് പിടച്ചു. ഇതുവരെ തന്നെ ചവിട്ടിത്തേച്ചവൻ തന്നെ ഭയക്കുന്നു എന്ന് കണ്ടതും അവൾ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ വന്നിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന തന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിജയം അതായിരുന്നു അവളെ സംബന്ധിച്ച് ആ ഒരു നിമിഷം. അവളുടെ ലോയർ വളരെ സാവധാനത്തിൽ ഓരോ തെളിവുകളും അവൾ അനുഭവിച്ച ഓരോ ക്രൂരതകളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നുകാട്ടി. അവൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും കേൾക്കെ അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും ഞെട്ടലോടെ അയാളെ നോക്കി. ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരനാവാൻ കഴിയുമോ എന്ന് അവരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചു. അവൾ നൽകിയ തെളിവുകളെല്ലാം തന്നെ വിവാഹബന്ധം വേർപെടുത്താൻ മതിയായതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഡിവോഴ്സ് അനുവദിച്ചു കിട്ടി. തലയെടുപ്പോടെ കോടതിയിലെ പടികളിറങ്ങി വരുന്നവളെ കണ്ടതും അവിടെ കൂടി നിന്നിരുന്ന പല പെൺകുട്ടികളും ഒന്ന് നെടുവീർപ്പിട്ടു. സോഷ്യൽ മീഡിയയിലെ അന്നത്തെ ട്രെൻഡിംഗ് ന്യൂസ് അവളായിരുന്നു. തന്റെ ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനെ ഒരു സാഹസം നടത്തിയ അവളെ അവർ വാനോളം പുകഴ്ത്തി. തങ്ങൾക്കും പലതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്നവർ സ്വയം തിരിച്ചറിയുന്നതിന്റെ തുടക്കമായിരുന്നു അത്. അവളെക്കുറിച്ച് വന്ന ന്യൂസുകൾക്ക് താഴെ കമന്റായും ലൈക്കായും അഭിപ്രായങ്ങൾ നിറഞ്ഞു. അതേസമയം അവളെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റിട്ടവരിൽ ചിലർ രാത്രിയിൽ ഫോൺ മാറ്റിവെച്ച് തനിക്കരികിൽ കിടക്കുന്നവളിലേക്ക് പുതിയ ചില പരീക്ഷണം നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.